വീടും പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വീട്ടിലെ പ്രശ്നങ്ങൾക്കു പരിഹാരം ലഭിക്കാൻ ആത്മീയമായി ചിന്തിക്കേണ്ട പല കാര്യങ്ങളിലേക്കും സാധുവായ എന്റെ പരിമിതമായ വിജ്ഞാനം വെച്ച് ശ്രോതാക്കളായ നിങ്ങളെ ഞാൻ ഉണർത്തുകയുണ്ടായി. ഇനി നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് കിണർ വേണം, അടുക്കള വേണം, ബാത്റൂം വേണം. ഇതെല്ലാം ഒരു വീട്ടിൽ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. താമസിക്കാനുള്ള റൂമും ഭക്ഷണം കഴിക്കാനുള്ള ഹാളും ഒരു വീട്ടുകാരി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ, ഒരു വിരുന്നുകാരി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരെ മാന്യമായി സ്വീകരിക്കാനുള്ള റൂമും എല്ലാം നമ്മുടെ വീട്ടിൽ അത്യാവശ്യമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മെ ഏറ്റവും സംശയാലുക്കലാക്കുന്നത് അല്ലെങ്കിൽ ബേജാറാക്കുന്നത് വീട് നിർമ്മിക്കുമ്പോൾ അടുക്കള ഏതു ഭാഗത്ത് വരണം, ടോയ്ലറ്റ് ഏതു ഭാഗത്ത് വരണം, സെപ്റ്റിക് ടാങ്ക് ഏതു ഭാഗത്ത് വരണം, കിണർ ഏതു ഭാഗത്ത് വരണം. അതിന്റെ ഭാഗമായി കിണറും കഞ്ഞിമൂലയും ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഒരു കാര്യം ആമുഖമായി ഉണർത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് മൗലിദിന്റെ സദസ്സിലേക്ക് പ്രവേശിക്കാം. ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നവർ നിർബന്ധമായും ഈ ക്ലാസ് ഗ്രൂപ്പിലോ മറ്റേതെങ്കിലും നിലക്ക് സാധാരണക്കാരെ കേൾപ്പിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ചോദിക്കട്ടെ, കിണർ കഞ്ഞിമൂലയിൽ പറ്റുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവരോട്, പറ്റില്ല എന്ന് പറയുന്നവരോട് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ഇതുവരെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊരൊറ്റ ചോദ്യമേ ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾ എല്ലാവരെയും കേൾപ്പിക്കണമെന്നാണ്. കഞ്ഞിമൂലയിൽ കിണർ പറ്റുമോ എന്ന് പലവരുമായി അന്വേഷിക്കുന്നു. സാധുവായ എന്റെ വാട്സാപ്പിൽ ചില വോയിസുകൾ ചിലവർ വിട്ടു, ചിലവർ ഷഹീറിന് ചില വോയിസുകൾ വിട്ടു, അരീക്കാരൻ അഷ്റഫിന് വോയിസ് വിട്ടു. കാരണം അവരാണ് ക്ലാസുകൾ ഗ്രൂപ്പിൽ ഇടുന്നത്. അബൂ റയ്യാൻ ഉസ്താദ് പെരുങ്കുടുക്കിലാണ് കുടുക്കിയത്, ഞങ്ങൾക്ക് പനി തന്ന് ക്ലാസ് അവസാനിപ്പിച്ചു. കഞ്ഞിമൂലയിൽ കിണർ കുഴിക്കാൻ പറ്റുമോ എന്നും ചോദിച്ചു ഉസ്താദ് ക്ലാസ് അവസാനിപ്പിക്കാണ് ചെയ്തത്. ഉസ്താദിനോട് ആ കിണർ എവിടെയാണ് കുത്തേണ്ടത് എന്നൊന്ന് വ്യക്തമായി പറയൂ. ഈ ചോദിച്ചവരൊക്കെ നിന്റെ ഈ ക്ലാസും കേൾക്കൂലേ? അപ്പോഴല്ല നമ്മൾ പഠനം പൂർത്തിയാവുക. അല്ലാതെ ഞാൻ ഇത് പഠിക്കുകയാണെന്ന് നിങ്ങൾ വെച്ചോളൂ, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കഞ്ഞിമൂലയിൽ കിണർ പറ്റൂല, അല്ല കഞ്ഞിമൂലയിൽ കിണർ കുത്താൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നവർ നിർബന്ധമായിട്ടും എന്തന്വേഷിക്കാൻ തയ്യാറാവണം? അത് അന്വേഷിച്ച് മറുപടി കുറച്ച് കിട്ടിയാലേ കിണർ കുത്താൻ പറ്റുള്ളൂ. പറ്റുമോ പറ്റുകയോ പറ്റില്ലേ എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ അവരോടന്നെ ഈ പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ എന്റെ വക ഒരു ചോദ്യം ചോദിക്കുകയാണ്. പറ്റില്ല എന്ന് പറയുന്നവരോട് എന്തുകൊണ്ട് പറ്റൂല എന്ന് ഇതുവരെ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? അത് നമ്മൾ തയ്യാറാവണല്ലോ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോഴല്ലേ നമ്മളെ പഠനം പൂർത്തിയാവുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, ഞാൻ എല്ലാവരും 2 മിനിറ്റ് ക്ഷമിക്കുക. നമ്മുടെ വാസ്തു ലക്ഷണം, ഇത് കേരളത്തിൽ അറിയപ്പെട്ട വാസ്തു വിദഗ്ധൻ കാനിപ്പയ്യൂർ കൃഷ്ണ നമ്പൂതിരിപ്പാടിന്റെ പുസ്തകമാണ് ഇപ്പന്റെ കൈവശമുള്ളത്. കാനിപ്പയ്യൂർ കൃഷ്ണ നമ്പൂതിരിപ്പാടിനെ കേരളത്തിൽ അറിയാത്ത ഒരാളും ഉണ്ടാകില്ല. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഏകദേശം 85-ാമത്തെ പേജിൽ
അധ്യായം 9 കിണറിന്റെ സ്ഥാനം എന്ന് പറയാൻ ഞാനിത് അംഗീകരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഒരു വിഷയം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. കാനിപ്പയ്യൂർ കൃഷ്ണ നമ്പൂതിരിപ്പാട് വാസ്തുലക്ഷണം, വാസ്തു തത്വങ്ങൾ പാലിച്ച് എങ്ങനെ വീട് നിർമ്മിക്കാം എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും ബഹുത്ത ഒരു വളരെ ഫേമസ് ആയ പുസ്തകത്തിന്റെ 85-ാമത്തെ പേജിൽ കിണറിന്റെ സ്ഥാനം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ച്, വെള്ളമില്ലേടത്ത് സ്ഥാനമില്ലെങ്കിൽ എന്താ ചെയ്യുക, വെള്ളം കിട്ടുന്നിടത്തെല്ലാം കിണർ കുഴിക്കാമോ? മറ്റൊരു ചോദ്യം. പിന്നെ അവസാനം ആ അധ്യായത്തിൽ അവസാനത്തെ ചോദ്യം, കന്നിമൂലയിലാണ് വെള്ളം കിട്ടുന്നതെങ്കിൽ ആ വീട്ടില് ആ വളപ്പില് കന്നിമൂലയിൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ, എന്നാൽ എന്തു ചെയ്യും? നോക്കൂ നിങ്ങൾ. അപ്പൊ അദ്ദേഹം ഒരിക്കലും കന്നിമൂലയിൽ കിണർ വരാൻ പാടില്ല എന്ന തത്വമാണ് അദ്ദേഹം അതിൽ സമർത്ഥിക്കുന്നത്. പിന്നെ അദ്ദേഹം തന്നെ ഇത് സമർത്ഥിക്കുന്നുണ്ട്, കന്നിമൂലയിൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുക? വെള്ളം വേണ്ടേ? പക്ഷെ ആ വളപ്പിന്റെ അല്ലെങ്കിൽ ആ വീടിന്റെ കന്നിമൂലയിൽ മാത്രമേ വെള്ളമുള്ളെങ്കിൽ അതിനുള്ള പരിഹാരവും അദ്ദേഹം പറയുന്നു. ഇനി ഞാനൊരു പുസ്തകം വായിക്കാം. ആ പുസ്തകത്തിന്റെ പേരും പുസ്തകം എഴുതിയ ആളെ പേരൊന്നും ഞാൻ പറയുന്നത്. ആദ്യം ഇതിങ്ങോട്ട് കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളതാണ് തന്നെയാണ് എന്റെ ലക്ഷ്യം. ഇതിന്റെ പിന്നാലെ പായുന്നവരെ കൺഫ്യൂഷൻ ആക്കുക, അത് തന്നെയാണ് എന്റെ ലക്ഷ്യം ഈ ക്ലാസ് കൊണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബാക്കി KMIC-യിൽ സ്ഥിരം ശ്രോതാക്കളായി വരുന്നവർക്ക് വ്യക്തമായ പരിഹാരം ഞാൻ പറഞ്ഞു തരും. ഞങ്ങൾ ആരും സ്വീപ്പാക്കൂല. അൽഹംദുലില്ലാ, സാന്ദർഭികമായി ഞാനൊരു കാര്യം പറയാം. ഇന്നലെ രാത്രി കൈപ്പുറത്തെ സമയം ഏകദേശം ഒരു 11 മണിക്ക് സാധുവായ ഞാൻ നമ്മുടെ KMIC-യിൽ ഒരു ഒന്നിച്ചില്ലാ മണിക്കൂർ നമ്മുടെ തജ്വീദിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1-2 സുഹൃത്തുക്കൾ എനിക്കൊരു വോയിസ് വിട്ട്, ഉസ്താദേ ആ ക്ലാസ് കേട്ടപ്പോ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകി, എന്റെ വിലപ്പെട്ട എത്ര സമയം ഞാൻ എന്തെല്ലാം വിഷയത്തിൽ ചെലവഴിച്ചു. ഉസ്താദ് ആ പറഞ്ഞ പോയിന്റ് പ്രകാരം ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എനിക്കെന്റെ അറബി അക്ഷരങ്ങൾ എന്നോ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാൻ പഠിച്ച് എന്റെ നിസ്കാരം ഒന്നുകൂടി ഭംഗിയുള്ളതാക്കി തീർക്കാമായിരുന്നു. ഞാൻ പരമാവധി ഈ ക്ലാസ് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും എന്നതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആശയം നിങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കണം. ചിലപ്പം ഈ പുസ്തകം എഴുതിയ ആള് സംഘടനാപരമായി വിയോജിപ്പുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. അദ്ദേഹം ഒരു കിതാബ് ഓതി പഠിച്ച വ്യക്തി തന്നെയാണ്. ആ പുസ്തകത്തിന്റെ പേരെന്താ? വീട് സമ്പൂർണ്ണ ഭവനശാസ്ത്രം അഥവാ കെട്ടിട നിർമ്മാണ വിദ്യയും പ്ലാനുകളും ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിൽ അദ്ദേഹം എഴുതുകയാണ്. ഇപ്പൊ ഞാൻ കാനിപ്പയ്യൂരിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുക്കൽ കന്നിമൂലയിൽ കിണർ വരാൻ പാടില്ല. ഇനി കന്നിമൂലയിൽ മാത്രമേ വെള്ളം ലഭിക്കുകയുള്ളൂ എങ്കിൽ അതിനുള്ള പരിഹാരമാർഗവും അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ക്ലാസിന്റെ ബാക്കി വിശദീകരണത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. ഈ പുസ്തകത്തിൽ ഇദ്ദേഹം വിശദീകരിക്കുന്നതൊന്ന് കേട്ടു നോക്കൂ. മുസ്ലിം തച്ചുശാസ്ത്ര വിധി പ്രകാരം കിണറിന്റെ സ്ഥാനങ്ങളെ 3 തിരിക്കാം. എല്ലാം ശ്രദ്ധിച്ചോളൂ. മുസ്ലിം തച്ചുശാസ്ത്ര വിധി പ്രകാരം കിണറിന്റെ സ്ഥാനങ്ങളെ 3 തിരിക്കാം. 1, പറമ്പിന്റെ തെക്കു പടിഞ്ഞാറ് മൂലയാണ് 1-ാം സ്ഥാനമായി നിലകൊള്ളുന്നത്. ഇത് കേൾക്കുമ്പോ ഏത് മനുഷ്യനാണ് ആ പുസ്തകം എഴുതിയത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇരിക്കട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഒരു പരസ്യമായി വായിക്കല്ലോ, ഈ വിഷയം ഗഹനമായി ഒരു പഠന വിധേയമാക്കാൻ വേണ്ടി വായിക്കാൻ. ഒന്നും കൂടി ഞാൻ വായിക്കാം. മുസ്ലിം തച്ചുശാസ്ത്ര വിധി പ്രകാരം കിണറിന്റെ സ്ഥാനങ്ങളെ 3 തിരിക്കാം.
ഒന്ന്, പറമ്പിന്റെ തെക്കു പടിഞ്ഞാറ് മൂലയാണ് ഒന്നാം സ്ഥാനമായി നിലകൊള്ളുന്നത്. കന്നിരാശി എന്ന ഓമന പേരിലാണ് ഈ സ്ഥാനം അറിയപ്പെടുന്നത്. 2, കിഴക്കു വടക്കു ഭാഗമാണ് രണ്ടാം സ്ഥാനം. മീനരാശി എന്നാണ് ഈ ഭാഗത്തിനു പേര്. മീനക്കോടി എന്നും പറയും. 3, വടക്കു പടിഞ്ഞാറു ഭാഗമാണ് മൂന്നാം സ്ഥാനം. ധനുരാശി എന്നാണ് ഈ മൂലയുടെ പേര്. എന്തായി? അദ്ദേഹം പറയുന്നത് കന്നിമൂലയാണ് ഒന്നാം സ്ഥാനം. എന്നാൽ നമ്മുടെ കാനിപ്പയ്യൂർ കൃഷ്ണ നമ്പൂതിരിപ്പാട് പറയുന്നത് കന്നിമൂലയിൽ കിണർ വരാൻ പാടില്ല, പക്ഷെ കന്നിമൂലയിലെ വെള്ളം കിട്ടുകയുള്ളൂ എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും. എന്താ ചോദ്യം? അബൂറയ്യ ഉസ്താദെ, യഥാർത്ഥത്തിൽ ഇതിന്റെ സ്ഥാനം എവിടെയാണ്? ഇപ്പൊ കൺഫ്യൂഷനായി. ഒന്നാം സ്ഥാനം കന്നിമൂലയാണെന്ന് ചിലവർ പറയുമ്പോ നമ്മുടെ ഹൈന്ദവ വാസ്തുശാസ്ത്ര വിദഗ്ധന്മാർ കന്നിമൂലയിൽ പറ്റില്ല എന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന്റെ സ്ഥാനം എവിടെയാണ്? ഞാൻ എന്റെ ഭാഷയെ പറയാം. എന്റെ അടുക്കൽ 4 സ്ഥാനമാണുള്ളത് കിണറിന്. എന്റെ അടുക്കൽ കിണറിന് 4 സ്ഥാനം. ഒന്നാം സ്ഥാനം വെള്ളം കിട്ടുന്നിടത്ത്, രണ്ടാം സ്ഥാനം വെള്ളം കിട്ടാൻ സാധ്യതയുള്ളിടത്ത്, മൂന്നാം സ്ഥാനം വെള്ളം കിട്ടാത്തോർത്ത്, നാലാം സ്ഥാനം ഈ 3 സ്ഥാനം അല്ലാത്തോർത്ത്. എങ്ങനെയുണ്ട്? ഇനി ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അതുകൊണ്ട് അവസാനമായി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കന്നിമൂലയിൽ കിണർ വരാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നവരോട് ഞാൻ ഒന്നുകൂടി ആധികാരികമായി പറയുന്നു. കന്നിമൂലയിൽ കിണർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞവരോട് എന്തുകൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അന്വേഷിച്ച് സാധുവായ എന്നെ നിങ്ങൾ വിവരം അറിയിക്കണം എന്നും പറഞ്ഞ് അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സാധാരണക്കാരെ, ഈ കിണറിന് സ്ഥാനമാനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് മൗലിദിന്റെ സദസ്സിലേക്ക് പ്രവേശിക്കാം. ആ ചോദ്യം എന്താണ്? ഞാൻ 5 വഖ്ത് നിസ്കരിക്കുന്നവരാണ്. ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ 40 കൊല്ലമായി, 50 കൊല്ലമായി, 55 കൊല്ലമായി, 20 കൊല്ലമായി, 25 കൊല്ലമായി. എന്റെ ആഖിറത്തിൽ എന്നോട് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന അമൽ അത് നിസ്കാരമാണ്. ആ നിസ്കാരമാണ് എന്റെ ആഖിറത്തിലെ ഏറ്റവും വലിയ വിജയം. ആ നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുജൂദ്. ഈ സുജൂദിലേക്ക് പോകുമ്പോ നമ്മുടെ അവയവങ്ങൾ വെക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. ഒന്നാം സ്ഥാനമായി വെക്കേണ്ട അവയവം, രണ്ടാം സ്ഥാനമായി വെക്കേണ്ട അവയവം സുജൂദിലേക്ക് പോകുമ്പോ ഇന്ന് വരെ ഒരു സാധാരണക്കാരൻ അത് അന്വേഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഉസ്താദെ, നമ്മൾ സുജൂദ് ചെയ്യുമ്പോ 7 അവയവങ്ങൾ വെക്കണമല്ലോ സുജൂദിൽ. ഈ 7 അവയവങ്ങളും വെക്കേണ്ട സ്ഥാനം ഒറ്റ പ്രാവശ്യമാണോ? അല്ല ആദ്യം ഇന്ന അവയവം വെച്ചിട്ടാണോ ഇന്ന അവയവം വെക്കേണ്ടത്? ഇതൊന്നും അന്വേഷിക്കാൻ നമുക്ക് ഇന്ന് വരെ ബുദ്ധി തോന്നിയിട്ടില്ല. നമുക്കൊരു തന്റേടം വന്നിട്ടില്ല. നമ്മളിപ്പോഴും കന്നിമൂലയുടെ പിന്നാലെ പായുകയാണ്. ഈ പാച്ചൽ ഈ ദുന്യാവിൽ കണ്ണ് ചിമ്പലോട് കൂടെ അവസാനിക്കുന്ന പാച്ചലാണ്. നാളെ ആഖിറത്തിലും ചിന്തിക്കേണ്ടതാണ്. എന്റെ സുജൂദ് അള്ളാന്റെ അടുക്കല് അംഗീകരിക്കുന്ന രൂപത്തിൽ സ്ഥാനമാനങ്ങൾ നിർണയിച്ചും കൊണ്ടുള്ള ഒരു സുജൂദാണോ ഞാൻ ചെയ്തിട്ടുള്ളത്? അള്ളാഹു കന്നിമൂലയിൽ കിണറ് പറ്റുമോ, കക്കൂസ് പറ്റുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് എന്റെ ഈ ഒരു ചോദ്യം ഒരു പാഠമാകട്ടെ എന്ന് മാത്രം ഉണർത്തി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൺഫ്യൂഷനായോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് കന്നിമൂലയിൽ എന്തൊക്കെ പറ്റുമെന്ന് അന്വേഷിക്കുന്നവരോട് ഞാൻ പറയുന്നു,
ഇന്നത് പാടില്ല എന്ന് പറഞ്ഞവരോട് എന്തുകൊണ്ട് പാടില്ല എന്നുകൂടി നിങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാവണം എന്ന് മാത്രം ഉണർത്തി, ഇതൊക്കെയും അന്വേഷിക്കുന്നവർ നമ്മൾ 5 വഖ്ത് നിസ്കരിക്കുമ്പോ സുജൂദിലേക്ക് പോകുമ്പോ അവിടെ കുറച്ചു സ്ഥാനമാനങ്ങളുണ്ട്. നെറ്റിത്തടമാണോ 1-ാം സ്ഥാനമായി വെക്കേണ്ടത്, അതല്ല മുത്തിൻകാലാണോ 1-ാം സ്ഥാനമായി വെക്കേണ്ടത്, അതല്ല 2 ഉള്ളൻ കൈയിന്റെ മുൻകൈയിന്റെ പല്ലയാണോ 1-ാം സ്ഥാനമായി വെക്കേണ്ടത്. ഇതായിരിക്കട്ടെ ഒരു മുസൽമാനായ വ്യക്തി എന്റെ ആഖിറം രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നവർ ആദ്യം അതെല്ലാം ഒന്ന് അന്വേഷിക്കാതെ ഈ ദുന്യാവിന്റെ പ്രശ്നങ്ങൾ മാത്രം അന്വേഷിച്ച് നടന്നാൽ ആഖിറം നമുക്ക് പരാജയപ്പെടും എന്നും മാത്രം ഉണർത്തി, ആരെയും ഞാൻ കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല. അന്വേഷിക്കുന്നവർക്ക് ഞാൻ തൽക്കാലം പണി കൊടുത്തു എന്ന് മാത്രം. അല്ലെ, ഈ യൂട്യൂബിലൊക്കെ നോക്കുമ്പോ ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് ചെയ്തവന് 8ന്റെ പണി കിട്ടീന്ന്. അങ്ങനെ കണ്ടില്ലേ? ഇന്നാലിന്നത് ചെയ്തവന് കിട്ടിയ 8ന്റെ പനീന്ന് കണ്ടിട്ടില്ലേ? എന്ന മാതിരി ഇത് അന്വേഷിക്കുന്നവർക്ക് ഞാനൊരു 8ന്റെ പനി കൊടുത്തതാണ് നിങ്ങൾ കൂട്ടിയാൽ മതി. കഞ്ഞിമൂലയിൽ കിണർ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നവർക്കൊരു 8ന്റെ പനി, പറ്റില്ല എന്ന് പറയുന്നവരോട് എന്തുകൊണ്ട് പറ്റൂലാൻ അന്വേഷിക്കുന്ന ഒരു പനി നമ്മൾ അവർക്കും കൊടുത്തു എന്ന് മാത്രം. അല്ലാഹു തആല അന്വേഷിക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഹസൻ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ദുആഇന് നേതൃത്വം നൽകാൻ ആദരപൂർവ്വം സലാത്ത് ചൊല്ലിയിട്ടില്ല. മൗലിദിന് നേതൃത്വം